ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആൻഡ് നാളത്തേക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സ്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 13,967 271 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 47,409 937 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 30,284 913 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റി ഐ ടി ക്ലോസ് ചെയ്തത് 25,865 158 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. BSE S&P സ്മോൾ ക്യാപ്പ് 18,115 ക്ലോസ് ചെയ്തിട്ടുള്ള 95 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ട്രേഡേഴ്സ്, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,238 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 14,237. ഫ്ലാറ്റ് ആയിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 14,237 ഓൺലി. ഡേ ലോ വാസ് 13,929. ആൻഡ് ഇന്ന് 271 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 13,967 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബാരിഷ് ബെൽറ്റ് ഹോൾഡ് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട് വൈസ്. See friends, market is heading for events like economic survey and budget. So till that time ഒരു ന്യൂട്രൽ മോഡിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അറ്റ് സെയിം ടൈം 13,900 ലെവൽസ് ബ്രീച്ച് ആവണം, ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഷോർട്ട്. ഓക്കെ, അടുത്തൊരു മോഡസ്റ്റ് ടാർഗറ്റ് ഷുഡ് ബി 13,700 to 750. ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു കീപ് യുവർ സ്റ്റോപ്പ് ലോസ് എബവ് 14,000 ലെവൽസ്. ഇന്ന് ഇന്ത്യ വിക്സ് മൂവ് ആയിട്ടുള്ളത് അപ്പ് സൈഡിലേക്ക് 4.96%, 23.24 നിന്ന് 24.39 ലെവൽസിലേക്ക്. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ ചെയിനിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,000. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 14,700 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500. കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 14,100 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,200. പുട്ടിൻ്റെ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 13,900 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. അക്കോർഡിംഗ് ടു ഓപ്ഷൻ ഡാറ്റ നെക്സ്റ്റ് 2-3 സെഷനിലൊരു ട്രേഡിംഗ് റേഞ്ച് കാണാൻ കഴിയുന്നത് 13,800 to 14,100 ലെവൽസാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഹയർ ലെവലിൽ തന്നെയായിരുന്നു, 31,236 ആൻഡ് ഫെയിൽ ടു ഹോൾഡ് 31,250 ആ ഒരു ലെവൽ. ആൻഡ് ടംബിൾഡ് ഷാർപ്ലി എന്താ പറയുക, ഒരു ഇൻട്രാഡേ ലോ ഹിറ്റ് ചെയ്തത് 30,165. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ 50-day മൂവിങ് ആവറേജാണ് ബ്രോക്കൺ ആയിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞൊരു 2-3-4 സെഷനിൽ ബാങ്ക് നിഫ്റ്റി ഫെല്ലായിട്ടുള്ളത് മോർ ദാൻ 2,500 പോയിൻറ്റ്സ് ആണ്, അറൗണ്ട് 3,000 പോയിൻറ്റ്സ്. പാത്തറ്റിക്, ഇസൻറ്റ് ഇറ്റ്? ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽസ് നോക്കുകയാണെന്ന് വെച്ചാൽ 30,000, സെക്കൻഡ് ഈസ് 29,500. അതേസമയം if index goes up 31,250 and second resistance is 31,500 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ കാണാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിയുന്നത് യുണൈറ്റഡ് ബ്രീവറീസ്, നാൽക്കോ, ക്യൂമിൻസ് ഇന്ത്യ, വിപ്രോ, മാക്ഡോണൽഡ്സ് ഹോൾഡിങ്സ്, ITC, HCL, സിപ്ല. അതേസമയം വീക്ക്നെസ് LIC, DLF, ടൈറ്റൻ, ഇൻഡസ് ബാങ്ക്, ഹിൻഡാൽകോ, ജിൻഡാൽ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, SDFC, ടാറ്റ കെമിക്കൽസ്, ബാറ്റ ഇന്ത്യ, റിലയൻസ്, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്, മെനി മോർ. ഈ പറഞ്ഞുള്ള സ്റ്റോക്സുകളിൽ നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ടാർഗറ്റൊക്കെ അച്ചീവ് ആയതിനു ശേഷമാണ് സ്റ്റോക്സ് എല്ലാം താഴേക്ക് പോയിട്ടുള്ളത്. സോ ഷോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്നലത്തെ ഒരു ഏരിയയിൽ ഷോർട്ട് ചെയ്തിട്ടുള്ളവർ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരു റെഡ് മോഡൽ, ലോവർ മോഡൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു ലോവറിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സ്ഡ് മോഡും എന്ന് പറയാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഫ്യൂച്ചേഴ്സ് എല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റെഡ് മോഡൽ തന്നെയാണ്. ആൻഡ് US മാർക്കറ്റ് ഇന്നൊരു ലോവറിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അവരെ സമയത്തോളം അവർക്ക് ഇന്ന് 2 ഇവൻറ്റ്സ് ഉണ്ട് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഏർണിങ്സ് റിപ്പോർട്ട് കമ്പനികളുടെ, അതായത് ടെക് ജെയിൻസിൻ്റെയാണ്, ലൈക്ക് മൈക്രോസോഫ്റ്റ്, ടെസ്ല, ആപ്പിൾ, ഫേസ്ബുക്ക്, ഓക്കെ, അങ്ങനെയുള്ള മെയിൻ കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്.
സെക്കൻഡ് വൺ ഈസ് ഫെഡറൽ റിസർവ് ബാങ്ക് പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. അതും ഇന്ന് ലേറ്റർ ഡേയിൽ അവർ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക, ഒരു ബ്ലഡ് ബാത്താണ് US മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതൊക്കെ വന്നതിന് ശേഷം അതെങ്ങനെ ടേൺ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് മോഡിലേക്ക് ടേൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലൊരു സെല്ലിംഗ് പ്രഷറിലൂടെയാണ് കടന്നു പോകുന്നത്. FIISDIIS ഡാറ്റ അതാണ് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചെയ്യുന്ന FIISൻ്റെ ബൈ വാല്യൂ 11,236 സെൽ വാല്യൂസ് 12,925 ആണ്. നെറ്റ് വാല്യൂ 1,688. 1,688ൻ്റെ സെൽ ഓഫാണ് FIISൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം DISൻ്റെ ബൈ വാല്യൂ 6,222, സെൽ വാല്യൂസ് 6,226, നെറ്റ് വാല്യൂസ് -3.38. സോ ട്രേഡേഴ്സ് കോൺഷ്യസ് ആയിട്ടിരിക്കുക, അത്രമാത്രം. ട്രേഡേഴ്സ് നാളത്തേക്കുള്ള ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്സുകളൊന്നും ഇല്ലെന്ന്. അത് ഇല്ല മീൻസ് ദർ ഇസ് നോ പോയിൻറ്റ്. ഞാൻ അങ്ങനെ ട്രിഗറും ടാർഗറ്റും തന്നിട്ട് നാളത്തേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ, ഓക്കെ, അതെന്തായാലും പ്രതീക്ഷിക്കണം. സോ അതിൽ തന്നെ നമ്മൾ സ്ലിപ്പാവും. സോ ബെറ്റർ ഡു യുവർ ഓൺ സ്റ്റഡി ആൻഡ് ഗെറ്റ് ഇൻ ടു ട്രേഡ്. അതേസമയം ബിഗിനേഴ്സിനോട് പറയാനുള്ളത് ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ, ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുക. അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ട്രേഡ് എടുക്കുക, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്നും പറയുന്നത് മാത്രം. അത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് ഡിസ്ക്ലൈമർ, ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂ ഗൈസ്. ഓക്കെ, എൻ്റെ വ്യൂ എപ്പോഴും ശരിയാവണമെന്നില്ല. ബ്ലൈൻഡ്ലി നിങ്ങളത് ഫോളോ ചെയ്യാനും പാടില്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുക. ഓക്കെ, ഓർ കൺസൾട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിങ് ടിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.